നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ SCERT ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ സീരീസിൽ നമുക്ക് 4ാമത്തെ ക്ലാസ് ആണ്. അത് എക്കണോമിക്സിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഏതൊക്കെ നമുക്ക് എക്കണോമിക്സിൽ സിലബസിൽ കുറേ വിഷയങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ഏരിയ ഏതൊക്കെയാണ്, SCERT ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുകയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏത് ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ 1ാമത്തെ വീഡിയോ 2ാമത്തെ വീഡിയോ 3ാമത്തെ വീഡിയോ ഒക്കെ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം അത്രയും ചിട്ടയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. പുതിയ SCERT ഒക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം തന്നെ ഒന്ന് പ്രയോജനപ്പെടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ടേബിളുകൾ, ബോക്സുകൾ, കോളങ്ങളൊക്കെ ആയിട്ടുള്ള അതിന്റെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സെർച്ചിങ് ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. സ്ക്രോൾ ചെയ്തിട്ട് മേലോട്ട് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ വീഡിയോ കാണാനും പഠിക്കാനും മാർക്കുകൾ നേടാനും ഒക്കെ സാധിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ നമുക്കറിയാം ഭക്ഷ്യ സുരക്ഷാ നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഭക്ഷ്യ സുരക്ഷാ നിയമം എന്നാണ് വന്നത്, 2013 കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് എപ്പോഴാണ്? ഭക്ഷ്യ സുരക്ഷാ നിയമം എപ്പോഴും ചോദിക്കാറുള്ള ഒരു വർഷമാണിത്, 2013 കേട്ടോ. ഭക്ഷ്യ സുരക്ഷാ നിയമം മറക്കരുത്, 2013. നോക്കിയേ, ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോൾ ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നമുക്ക് നോക്കാം. ഇവിടെ താഴെ കുറിച്ചിട്ടുണ്ട് അല്ലെ. സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക. കർഷകരെ നമുക്കറിയാം, ഓരോരോ സംസ്ഥാനങ്ങളിലും കർഷകരെ നേരിടുന്ന പ്രതിസന്ധി ഒക്കെ നമ്മൾ ഡെയിലി പത്രവാർത്തകളിലൂടെ കാണുന്നതാണ് അല്ലെ. അതുപോലെ പ്രകൃതിക്ഷോഭം മൂലം കൃഷികളെ നശിക്കുക, അതുപോലെ കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ എന്താണ്, ഭക്ഷ്യോൽപാദനത്തിനെ ബാധിക്കുന്നതാണ് അല്ലെ. ഇനി നമുക്കറിയാം 2013 ഭക്ഷ്യസുരക്ഷാ നിയമം നമ്മൾ വന്നു എന്ന് പറഞ്ഞു, പാർലമെന്റ് അംഗീകരിച്ചു. അതിന്റെ പ്രത്യേകതകൾ നോക്കിക്കോ. ചോദ്യങ്ങൾ വരും. 2013 ഭക്ഷ്യസുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ 3 പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. എന്താണ് ഇതാ ഇത് നോക്കിക്കോ, ഈ വാക്കൊന്ന് നോക്കിക്കോ. നിയമപരമായ, ചിലപ്പോൾ അവിടെ മൗലിക അവകാശമാണെന്നൊക്കെ തരും. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ ഒരു നിയമപരമായ കടമയാണ്. 1ാമത്തെ പോയിന്റ്, ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക അല്ലെ. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും നല്ല ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും. നല്ല വിലയാണ് അല്ലെ, നല്ല മിതമായ വിലയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഗുണമേന്മയുള്ളതാണോ, ഫുൾ അംശം അടങ്ങിയതാണ് അല്ലെ. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ശ്രദ്ധിച്ചോ, ഈ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ വരും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ ഏത് തരം അവകാശങ്ങളിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ വരും. നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇതില് ഓരോ വെല്ലുവിളികളും പഠിച്ചു വെക്കുക. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം അല്ലെ. നമുക്കറിയാം, ആനൊരു കാറ്റ് വീശിയാൽ തന്നെ വാഴകൾ മൊത്തം നശിച്ചു പോകും അല്ലെ. എന്താണ്, അവിടെ കർഷകൻ പ്രതിസന്ധിയിലാണ്. അപ്പൊ അതൊരു കാര്യം വരും. പിന്നെ കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്, പാടങ്ങൾ നിരത്തുന്നതും ഒക്കെ, വീടുകൾ വെക്കുന്നതും ഫ്ലാറ്റുകൾ കെട്ടുന്നതും ഒക്കെ, പിന്നെ കൃഷിഭൂമി മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ സബ്സിഡി കുറയ്ക്കുക അല്ലെ. കർഷകർക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സബ്സിഡികൾ കൊടുക്കാതിരിക്കുക. യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അറിയാം. ചിലപ്പോൾ തുലാമഴയെ ആശ്രയിച്ചിട്ട് കൃഷി ഇറക്കും, ലാസ്റ്റ് തുലാമഴ ലഭിക്കില്ല. അപ്പൊ കാലാവസ്ഥ അവിടെ ഒരു മാറ്റം വന്നില്ലേ. അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്. രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നത്. രാസവളങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൂലം ആ കൃഷി സ്ഥലങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടും. അപ്പൊ അവിടെ അവരുദ്ദേശിച്ചിട്ടുള്ള വിളകൾ എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, ഭക്ഷ്യോൽപാദന രംഗത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചത്, പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം പഠിച്ചോ. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെയോ സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലഭൂഷ്ടി
നഷ്ടപ്പെടുത്തുന്നത്. ഇതൊക്കെ എന്താണ്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഭക്ഷ്യോൽപാദനവുമായി ബന്ധപ്പെട്ട ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണെന്നുള്ളത് നമ്മളിവിടെ ഈ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ അടുത്തൊരു ഏരിയയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.